UAE-യിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ മലയാളത്തിലും ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട്. ഷാർജയിൽ നിന്ന് അരുൺ പാറാട്ടന്റെ റിപ്പോർട്ട്. ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ബലിപെരുന്നാൾ നിറവിലാണ്. പെരുന്നാളിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ എല്ലായിടങ്ങളിലും പൂർത്തിയായിരുന്നു. ഇപ്പോൾ രാജ്യത്തെ പള്ളികളിൽ തക്ബീർ ധ്വനികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒക്കെ പെരുന്നാൾ നമസ്കാരത്തിനായി സജ്ജമായി കഴിഞ്ഞ കാഴ്ച തന്നെയാണ് കാണുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അറബിക്, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, തമിഴ് തുടങ്ങി വിവിധ ഭാഷകളിൽ ഗൾഫ് നാടുകളിൽ പെരുന്നാൾ കുത്തുബ നടക്കും. UAE-യിൽ അബുദാബിയിൽ പുലർച്ചെ 5:30-നാണ് പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചിരിക്കുന്നത്. ദുബായിൽ 5:45-നും ഷാർജ, അജ്മാൻ എമിറേറ്റുകളിൽ 5:44-നും ഉമ്മുൽ ഖുവൈനിൽ 5:43-നും റാസൽ ഖൈമയിൽ 5:41-നുമാണ് നമസ്കാരം നടന്നത്. ഇപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള കുതുബയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അതിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ദുബായിലും ഷാർജയിലും അജ്മാനിലും മലയാളത്തിലുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് കിസൈസിലെ വുഡ്ലംപാർ സ്കൂളിലെ ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്ക് ജബൽ അലിയിലെ മസ്ജിദ് അൽ അൻസാറിലെ ഇമാം സാജിദ് ബിൻ ഷരീഫാണ് ഈ കുത്തുബയ്ക്ക് നേതൃത്വം നൽകുക. അൽക്കൂസിൽ അൽമനാറിന്റെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹിൽ മൗലവി അബ്ദുൽ സലാം മോങ്ങം നേതൃത്വം നൽകും. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നടക്കുന്ന ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകുക. അജ്മാനിലെ അൽ ജർഫിൽ ഹാബിറ്റാറ്റ് സ്കൂൾ നടക്കുന്ന ഈദ്ഗാഹിന് മുഹമ്മദ് ഇബ്രാഹിം കുട്ടിയും നേതൃത്വം നൽകും. ഇത്തരത്തിൽ മലയാളത്തിലുള്ള ഈദ്ഗാഹുകളും UAE-ൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളാകാനായി എത്തിയിരിക്കുന്നത്. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിലേക്ക് ഇനിയിപ്പോൾ പ്രവാസികൾ കടക്കാനിരിക്കുകയാണ്. UAE-ൽ സുരക്ഷിതവും അതോടൊപ്പം തന്നെ സന്തോഷകരമായ ബലിപെരുന്നാൾ ആഘോഷം ഉറപ്പാക്കാൻ തയ്യാറെടുപ്പ് പൂർത്തിയായതായി ദുബായ് ഇവന്റ് സെക്യൂരിറ്റി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. ഇനി വിവിധ ഇവന്റുകളിൽ വെടിക്കെട്ട് അടക്കമുള്ള ആഘോഷ പരിപാടികളും ഇന്നും വരും ദിവസങ്ങളിലും അരങ്ങേറും. താങ്ക് യു. അരുൺ പാറാട്ടാണ് ഷാർജയിൽ വിവരങ്ങൾ നൽകിയത്.